വെൽക്കം ടു ലേമിനോ. ഇന്ന് നമ്മൾ RRB IBPS ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. റീസണിങ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6 persons ആദിത്യ, വിനോദ്, ഛായ, ദിൽഷൻ, എസ്റ്റർ and Fatima traveled in different months of same year in January, March, May, July, September and November. None of them traveled after Vinod, who traveled immediately after. None of them traveled after Vinod, who traveled immediately after Chaya. Only 3 persons traveled before Esther. Aditya traveled immediately after Fatima. Dilshan did not travel in the month of May. അപ്പം മെയിൽ ട്രാവൽ ചെയ്ത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എഴുതാം. അപ്പൊ നമുക്ക് ജനുവരി തൊട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ, സെപ്റ്റംബർ, നവംബർ. ഫെബ്രുവരി ഇല്ല. ജനുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, മെയ് ഉണ്ട്, ജൂലൈ ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, നവംബർ ഉണ്ട്. സെപ്റ്റംബർ പിന്നെ നവംബർ ഇത്രയാണ് നമുക്ക് ഉള്ളത്. സെപ്റ്റംബർ, നവംബർ ഇത്രയും ദിവസങ്ങളുണ്ട്. അപ്പം Vinod, who traveled immediately after Chana, only 3 people traveled before Esther എന്ന് പറഞ്ഞിട്ടുണ്ട്. ഛായയാണ് ഇവിടെ, ഛായ. വിനോദ് നവംബറിലാണ് വിനോദ് പോയെങ്കിൽ സെപ്റ്റംബറിൽ വരുന്ന ആരായിരിക്കും? ഛായയായിരിക്കും. ഛായക്ക് ശേഷമാണല്ലോ വിനോദ് പോയത്. എസ്റ്ററിന് മുമ്പ് 3 പീപ്പിൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എസ്റ്റർ ആയിരിക്കാൻ എല്ലാ സാധ്യതയുള്ളൂ. എസ്റ്ററിന് മുമ്പ് 3 പീപ്പിൾ പോയിട്ടുണ്ട്. ഛായക്ക് ശേഷമാണ് ആദിത്യ traveled immediately after Chaya. Only 3 people traveled before Esther. ആദിത്യ traveled immediately after Fatima. അപ്പൊ ആദിത്യ എന്ന് പറയുന്നത് ഫാത്തിമയ്ക്ക് ശേഷമാണ്. ആദിത്യ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫാത്തിമ ഇവിടെ. ആദിത്യ traveled after ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കോട് പറഞ്ഞിരിക്കുന്നത് ദിൽഷൻ did not travel in the month of May. ദിൽഷൻ മെയിലല്ല പോയിരിക്കുന്നത്. Who among them traveled on May എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഫാത്തിമയ്ക്ക് ശേഷമാണ് ആദിത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മെയില് വന്നിട്ടുണ്ട്. ദിൽഷൻ മെയിലല്ല. അപ്പൊ ദിൽഷനെ എവിടെ കൊടുക്കാം? ജനുവരിയിൽ കൊടുക്കാം. ദിൽഷൻ ജനുവരിയിൽ കൊടുക്കാം. നമുക്ക് മെയില് പോയത് ആരായിട്ടാണ് കിട്ടുന്നത്? ആദിത്യയാണ് മെയില് പോയിട്ട് അതായിട്ട് കിട്ടുന്നത്. ഇവിടെ ആദിത്യയാണ് മെയില്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 6 persons A, B, C, D, E and F have birthdays in different months of the same year. February, April, June, August, September and December, but not necessarily in the same order. Only one person has a birthday between B and A. ഇപ്പം നമുക്കിവിടെ മാസങ്ങൾ എഴുതാം. ഫെബ്രുവരി ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ ഇങ്ങനെയാണ് മാസങ്ങളുള്ളത്. പിന്നെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് ബിക്കും എക്കും ഇടയിൽ ഒരാളാണ്. only one person has birthday between B and A. അപ്പം ബിക്കും എക്കും ഇടയിൽ ഒരേ ഒരാളാ ഉള്ളത്. അപ്പം ബി എവിടെയാണെങ്കിൽ എ നമുക്ക് ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ ഒരാളാണ് ഇവിടെ ഉള്ളത് കണ്ടിട്ടുണ്ട്.
only 2 people have birthday between C and E. സിക്കും ഇടയിൽ ഇക്കും ഇടയിൽ 2 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ സി കൊടുത്താൽ 2 പേരെ കിട്ടത്തില്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് സി കൊടുക്കാം. സിക്കും ഇക്കും ഇടയിൽ 2 പേരാണ്. അപ്പൊ നമുക്ക് ഇവിടെയും ആളുണ്ട്. ഈ 2 ആളായിരിക്കാം. സിക്കും ഇക്കും ഇടയിൽ ഈ 2 ആളുകളാണെന്ന് വിചാരിക്കാം. In the same order, F has a birthday in month immediately before September. F before September ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് F എവിടെ കൊടുക്കാം? Fന് ഇവിടെ കൊടുക്കാമല്ലോ. ബിഫോർ സെപ്റ്റംബറിന് ഒഴിവ് ഇത് മാത്രമേ ഉള്ളല്ലോ. D has a birthday in December. D എന്ന് പറയുമ്പോൾ ഡിസംബറിലാണ്. അപ്പൊ ഡിസംബറിൽ D ഉണ്ട്. ഫെബ്രുവരിയിൽ ബർത്ത്ഡേ ഉള്ളത് ആരുടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ വരുന്ന ആരാണ്? ബി ആണ് ഫെബ്രുവരിയിൽ വരുന്നത്. ബി ആണ് ഇവിടെ. ഓപ്ഷൻ എ ആണ്. ബി ആണ് ഇവിടെ ഫെബ്രുവരിയിൽ ബർത്ത്ഡേ വരുന്ന ആളായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈച്ച് ഓഫ് ദ 6 ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആരൊക്കെയാണ്? അനുദീപ്, യമുന, ചിന്മയ, ദിവിജ, Isha and Guna has an online PG entrance exam on a different day of week, starting of the same week, but not necessarily in the same order. None of them have the exam before Chinmaya, after Yamuna. Guna has the exam immediately after Anudub and immediately before Divija. Isha has the exam on Tuesday and immediately before Anudub. Who among the following has the exam on Friday എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മൺഡേ എല്ലാ ദിവസവും എഴുതാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ദിവസമെല്ലാം എഴുതി. None of them have the exam before Chinmay and after Yamuna. അപ്പൊ യമുനയാണ് അവസാനത്തെ ആളെന്നും കിട്ടി. ആദ്യത്തെ ആളോ ചിന്മയി ആണെന്നും കിട്ടി. ഗുന ഹാസ് എക്സാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അനുദീപ്. അനുദീപിന് ശേഷമാണ് ഗുന വരുന്നത്. അനുദീപിന് ശേഷമാണ് ഗുന വരുന്നത്. മനസ്സിലായല്ലോ. ഗുന ഇങ്ങനെയാണെങ്കിൽ അനുദീപ് ആദ്യമാണ്. And immediately before Divija. Immediately before Divija. അപ്പൊ Divija ഇവിടെ വരും. Isha has the exam Tuesday. ഇഷയ്ക്ക് എന്താണ്? ട്യൂസ്ഡേ ആണ്. അപ്പൊ ഇഷയുടെ പേര് നമുക്ക് ഇവിടെ എഴുതാം. ഇഷ. അനുദീപിന്റെ മുമ്പാണ് ഇഷയുടെ എക്സാം. ബിഫോർ അനുദീപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അനുദീപിന് മുമ്പാണ് ഇഷ. അപ്പൊ അനുദീപ് ഇഷയ്ക്ക് ശേഷം വന്നു. അതിനുശേഷം ഈ ഓർഡർ നമുക്കറിയാലോ. ജി ടി നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്ന ഓർഡർ എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫ്രൈഡേ എക്സാം ഉള്ള ആളാണെന്നല്ലേ ചോദിച്ചത്. ആരാ കിട്ടിയത്? ഡി ഉള്ള ആള് ഡിവിജയാണ് കിട്ടിയത്. ഫ്രൈഡേ എക്സാം ഉള്ള ആര്? ഡിവിജയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡിവിജ. അടുത്ത ക്വസ്റ്റ്യൻ. Each of K, L, M and P give an exam on different day of week, starting from Monday and the ending on Sunday. അപ്പം മൺഡേയിൽ തുടങ്ങുന്നു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. എന്നിനും എമ്മിനും ഇടയ്ക്ക് 2 പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? only 2 persons have exams between N and M. L's exam is held on Wednesday. ഇപ്പൊ വെനസ്ഡേയിൽ ആളെ കിട്ടി. ആരാ? L. only 1 person has exam between N and L. N-നും L-നും ഇടയിൽ ഒരാളെ ഉള്ളു. അപ്പൊ N ഇവിടെ കൊടുത്തു. ഒരാളുണ്ട്. P's exam is held on Sunday. P's exam Sunday ആണ്. നമുക്കിവിടെ സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ ഉണ്ട്. സൺഡേയിൽ ആരാണ്? പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൺഡേയിൽ ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ നമുക്ക് ഈ ഒരു ഇത് കിട്ടിയായിരുന്നു, എന്നിനും എമ്മിനും ഇടയ്ക്ക് 2 പേരുണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്നിന് എം എന്ന് പറഞ്ഞപ്പോ ഇവിടെയാണെന്ന് കിട്ടിയല്ലോ. എന്നിനും എമ്മിനും 2 പേരുണ്ട്. എന്നിനും എമ്മിനും ഇടയിൽ 2 പേരുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ ആരൊക്കെയുള്ളത്? ഇനി കെ ഉണ്ട്, എൽ എം, കെ വന്നിട്ടില്ല, എം എൻ വരെ വന്നു, പി വന്നു, പിയും വന്നു. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് N കിട്ടി, പി കിട്ടി, കെ കിട്ടിയോ? ഇല്ല. എല്ലിന്റെയും എമ്മിന്റെയും പൊസിഷൻ കിട്ടി. ഇനി പൊസിഷൻ കിട്ടാത്ത ഒരാളെ ഉള്ളല്ലോ, കെ ഉണ്ടല്ലോ, കെ ഉണ്ട്. അപ്പൊ ആ കെ നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? കെ നമുക്ക് ട്യൂസ്ഡേയിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരാളുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫ്രൈഡേയും സാറ്റർഡേയും ആളുണ്ടോ? ആളില്ല. ഫ്രൈഡേയും സാറ്റർഡേയും ആളില്ല. ഇനി മൺഡേയിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? N ഉള്ള ആളാണ് വന്നിരിക്കുന്നത്. N ആരാണ്? ഡി ആണ് വന്നിരിക്കുന്നത്. അപ്പം 4 ക്വസ്റ്റ്യൻ ആയി. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6 teams names P, Q, R, S and U won tournaments in different month of the same year. ജനുവരി ഏതൊക്കെയാണ്? ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള മന്തുകളാണ് പറഞ്ഞിരിക്കുന്നത്. R won the tournament in January. R എന്നാണ് ജനുവരിയിൽ ഡയറക്റ്റ് പറഞ്ഞത്. Q won the month immediately before U. Q ന് തൊട്ട് മുകളില്. P won the tournament the month immediately before S. P S ന് മുന്നേ. Exactly 2 teams are won the tournament between month of R and S. R നും S നും ഇടയില്. R നും S നും ഇടയില് 2 പേരുണ്ട്. In which month did T win the tournament? T ഏത് മാസം വിജയിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എഴുതാം. R ആദ്യമാണെന്ന് എഴുതി. നമുക്ക് പിയും ആറും പിയും എസും. അപ്പൊ നമുക്ക് ഇവിടെ R കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, അതാരാന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇവിടെ P ഉണ്ടെന്ന് മനസ്സിലായി, ഇവിടെ S ഉണ്ടെന്ന് മനസ്സിലായി, പിന്നെ Qയും U ഉണ്ട്. ഇത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് T എല്ലാം ഉള്ളൂ. T ഏത് മാസമാണെന്ന് ചോദിച്ചാൽ ഏത് മാസം കിട്ടും? ഇവിടെ ഫെബ്രുവരി കിട്ടും. ടിയുടെ നേരെയുള്ള കറസ്പോണ്ടിങ് മന്ത് ഏതാ? ഫെബ്രുവരി. ടിയുടെ നേരെയുള്ള കറസ്പോണ്ടിങ് മന്ത് ഫെബ്രുവരി ആണ് കിട്ടും. അപ്പം ആൻസർ ഫെബ്രുവരി ആണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 persons each of P, Q, R, S, U and has an exam on different day of the week starting from Monday, Sunday. Only 3 persons have exams between R and V. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, study the following information carefully and answer the given options. A, 6 plays are to be organized from Monday to Sunday. 1 play each day with 1 day when there is no play. No play day is not Monday or Sunday. The plays are held in the set of 3 plays each in such a way that 3 plays are held in without any break. 3 plays are held in such a way that there is no play day between them, but immediately before this is set, immediately after this set, it is no play day. Play Z is held on 26th and play X was held on 31st. Play B was not only immediately after play A, but held after A, not necessarily immediately. Play M has held immediately before Q. All the 6 plays are held in the same month.
മൺഡേയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൺഡേയിൽ ഏത് പ്ലേ ആണ് നടന്നത്? അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ന് മുതലാണ് പറഞ്ഞിരിക്കുന്നത്? 6 പ്ലേസ് ആണല്ലോ, മൺഡേ ടു സൺഡേ ആണ്. അപ്പൊ മൺഡേ ടു സൺഡേ നമ്മൾ എഴുതി വെച്ചു. ഇപ്പം നോ പ്ലേ ഡേ മൺഡേ അല്ലെങ്കിൽ സൺഡേയിലല്ല. നോ പ്ലേ മൺഡേ അല്ലെങ്കിൽ സൺഡേയിലല്ല. 3 plays each in such a way that 3 plays are held without any break. 3 plays ബ്രേക്ക് ഇല്ലാതെ ഹെൽഡ് ചെയ്യണം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഏതാണ്? തേഴ്സ്ഡേ ആണ് വരത്തുള്ളൂ. നോ പ്ലേ ഡേ എന്തേ വരത്തുള്ളൂ? 3 ബ്രേക്ക് ഇല്ല നടത്തണം. അപ്പൊ 3 പ്ലേ നോ പ്ലേ ഡേ എന്ന് പറയുന്നത് എന്താണ്? നോ പ്ലേ ഡേ എന്ന് പറയുന്നത് അപ്പം നമുക്ക് തേഴ്സ്ഡേ ആണ് കിട്ടുന്നതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നോക്കാം. There is no play day between them, but immediately before this set or immediately after this set, it is no play day. Play Z is held on 26th and play X was held on 31st. അപ്പൊ നമ്മൾ അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ്? 31st X, Z 26. അത് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നത് പ്ലേ ബി ഹാസ് നോട്ട് ഹെൽഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്ലേ. പ്ലേ എ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അല്ല ബി എന്ന് പറയുന്നത്. അപ്പോഴ് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പ്ലേ എം ഹാസ് ഹെൽഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ക്യൂ. എം എന്ന് പറയുന്നത് ക്യൂവിന് തൊട്ട് മുന്നേ ആണെന്ന് പറയുന്നത്. All the 6 players were held in the same month. ഇത്ര എല്ലാവരും എന്താണ് ഒരു മാസത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. Which of the play was organized on Monday? അപ്പൊ മൺഡേയില് ഏത് പ്ലേ ആണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? മൺഡേയില് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് മൺഡേയില് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അത് ഇല്ല ഓപ്ഷൻ, അതുകൊണ്ട് നൺ ഓഫ് ദീസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വിച്ച് ഡേ വാസ് ദ പ്ലേ ഇസഡ് ഓർഗനൈസ്ഡ്. ഇസഡ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതാണ്? ഇസഡ് ട്യൂസ്ഡേ, അതും കൊടുത്തു. അടുത്ത വിച്ച് ഡേ വാസ് നോ പ്ലേ ഡേ, അത് നമുക്കറിയാം 28th. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? പ്ലേ ബി is held immediately before play M. Play Z is held after play B. There was a gap between 2 plays. അത് ശരിയാണോ? ഇല്ല. ഫസ്റ്റ് പ്ലേ 25th, പ്ലേ ബി വാസ് ഓൺ ഹെൽഡ് ഓൺ ഫ്രൈഡേ. അപ്പൊ ശരിയായിട്ടുള്ളത് ഫസ്റ്റ് പ്ലേ വാസ് ഓർഗനൈസ്ഡ് ഓൺ 25th എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്. ഇതിനകത്ത് ശരിയായിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നത്. ക്യൂ ഓർഗനൈസ് ചെയ്ത ഡേ ഏതാണ്? ക്യൂ ഓർഗനൈസ് ചെയ്ത ഡേ ഏതാണ്? 30th എന്ത് ചെയ്തത്? ക്യൂ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.